ഹലോ ഗൈസ്, വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മത്തങ്ങ എരിശ്ശേരി. കഞ്ഞിക്കും ചോറിനൊക്കെ വയ്ക്കാൻ പറ്റുന്ന, വെറുതെ തന്നെ കുടിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാനിവിടെ ഒരു കായും മത്തങ്ങയും പിന്നെ പച്ചമുളകും, പിന്നെ ഇതേ സമയത്ത് തന്നെ ഞാൻ കുറച്ച് വൻപയറൊന്ന് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മത്തങ്ങയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് കരിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെള്ളത്തിലിടുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇട്ടിട്ട് ഇതെല്ലാം നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ കുക്കറിലോട്ട് മത്തങ്ങയും കായും ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന വൻപയറും കൂടെ കഴുകി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ വേവിക്കാൻ വെക്കുന്നുണ്ട് അടച്ച്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. അങ്ങനെ ഇത് നമ്മൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് ശരിയാക്കണം. അതിന് വേണ്ടിയിട്ട് ചിരകിയ തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കരിവേപ്പിലയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ മത്തങ്ങ ഒരു 5-6 വിസിൽ അടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 5-6 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടുണ്ടല്ലോ, നല്ലതിൻ്റെ ആവി നല്ലതുപോലെ പോയതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ ഗ്യാസൊക്കെ പോയി. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ മത്തങ്ങയൊക്കെ നല്ലതുപോലെ ഉടച്ചെടുക്കണം. അങ്ങനെ നമ്മളിതെല്ലാം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അരപ്പും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ടിത് നല്ലതുപോലെ തിളച്ച് പറ്റും. ഞാനിവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കും. ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് നമുക്കിത് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. തിളച്ച് നല്ലതൊന്ന് കുറുകി കിട്ടണം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങക്കറി തിളച്ചിട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തിളച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മത്തങ്ങക്കറി ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് വറ്റിക്കണ്ട. ഒരുപാട് വറ്റിച്ചാൽ ചൂടാറുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് കട്ടിയായിപ്പോൾ ഒരാവശ്യത്തിന് കോരി കുടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് നമ്മൾ പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുകും പിന്നെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയുള്ളി, കരിവേപ്പില, വറ്റൽമുളക് ഇത് ഇത്രയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതും കൂടെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത്രയും കൂടെ നമ്മൾ കടുക് വറുത്ത് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ മത്തങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.